Hi students, അപ്പോൾ നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 ആയ ട്രയാങ്കിൾസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം എന്താണ് കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ two figures having the same shape and same size are called congruent figures. So രണ്ട് ഫിഗർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സെയിം ഷേപ്പും സെയിം സൈസും ഉള്ളതിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറയാം. ഇതാ ഇവിടെ നമുക്ക് രണ്ട് സ്ക്വയറും തന്നിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിളും തന്നിട്ടുണ്ട് അല്ലെ. സോ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിനും രണ്ട് സ്ക്വയറിനും സെയിം ഷേപ്പ് ആണ്. രണ്ടും ട്രയാങ്കിൾ ആണ്, രണ്ടും സ്ക്വയർ ആണ്, പിന്നെ സെയിം സൈസും ആണ് അല്ലെ. സോ രണ്ട് ട്രയാങ്കിളിനും സെയിം സൈസ് ആണ്, രണ്ടും ട്രയാങ്കിൾ ആണ്. ദാറ്റ് മീൻസ് സെയിം ഷേപ്പും ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ കോൺഗ്രുവന്റ് ഫിഗേഴ്സ്. പിന്നെ ഇതാണെങ്കിലോ രണ്ടും സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ സെയിം എന്താണ് ഷേപ്പ് ആണ്, പിന്നെ എന്താണ് സെയിം സൈസ് ആണ്, രണ്ടും സെയിം സൈസും ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ കോൺഗ്രുവന്റ് ഫിഗർ. സോ കോൺഗ്രുവന്റ് ഫിഗർ എന്ന് പറഞ്ഞാല് സെയിം ഷേപ്പും ആയിരിക്കും, സെയിം സൈസും ആയിരിക്കും. അതിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് എന്താണ് സിമിലർ ഫിഗേഴ്സ് എന്നുള്ളത് നോക്കാം. സോ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം ഷേപ്പും സെയിം സൈസും ഉള്ളതാന്ന് പറഞ്ഞു. ഇനി എന്താണ് സിമിലർ ഫിഗേഴ്സ്? Two figures having the same shape but not necessarily the same size are called similar figures. So similar figures എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഷേപ്പ് ആയിരിക്കും, ഷേപ്പ് സെയിം ആയിരിക്കും, ബട്ട് അതിന്റെ സൈസ് എന്തായിരിക്കൂല, സെയിം ആയിരിക്കൂല. അതിനെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഇതൊരു സർക്കിൾ ആണ് അല്ലെ, ഇതും ഒരു സർക്കിൾ ആണ്. രണ്ടിന്റെയും ഷേപ്പ് എന്താണ്? സെയിം ആണ്, കാരണം രണ്ടും ഒരു സർക്കിൾ ആണ്. പക്ഷെ അതിന്റെ സൈസോ ഇത് കുറച്ചും കൂടെ വലിയ സൈസ് ആണ് അല്ലെ. ഇതാണെങ്കിലോ അതിനേക്കാളും കുറച്ച് ചെറിയ സൈസ് ആണ് അല്ലെ. ഇതിന്റെ റേഡിയസിനേക്കാളും ചെറുതായിരിക്കും ഇതിന്റെ റേഡിയസ്. സോ ഇത് വലിയ സർക്കിളും ഇത് ചെറിയ സർക്കിളും ആണ്. ഇവിടെ ഷേപ്പ് എന്താണ്? സെയിം ആണ്, പക്ഷെ അതിന്റെ സൈസ് എന്തല്ല? സെയിം അല്ല. സോ ഷേപ്പ് സെയിമും സൈസ് ഡിഫറെന്റും ഉള്ളതിനെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാം. ഇപ്പൊ ഇതൊരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിനേക്കാളും ചെറിയ സ്ക്വയർ ആണ് ഇത് അല്ലെ. ഇവിടെ സെയിം ഷേപ്പ് ആണ്, ദാറ്റ് മീൻസ് രണ്ടും എന്താണ്? സ്ക്വയർ ആണ് അല്ലെ. അപ്പം പക്ഷെ അതിന്റെ സൈസ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഒന്ന് വലുതാണ്, ഒന്ന് ചെറുതാണ്. സോ സൈസ് എന്തല്ല? സെയിം അല്ല. സോ ഇത് നമുക്ക് പറയാം ഇതൊരു സിമിലർ ഫിഗർ ആണ്. സോ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഷേപ്പും ആയിരിക്കും, സെയിം സൈസും ആയിരിക്കും. സിമിലർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷേപ്പ് സെയിം ആയിരിക്കും, ബട്ട് സൈസ് ഈസ് നോട്ട് സെയിം. അതിനെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാം. ഓക്കെ, the next one, all congruent figures are similar. എല്ലാ congruent figuresഉം എന്താണ്? സിമിലർ ആണ്. but all similar figures are not congruent. എല്ലാ സിമിലർ ഫിഗേഴ്സും എന്തല്ല? കോൺഗ്രുവന്റ് അല്ല. കാരണം നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്താന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ സെയിം ഷേപ്പും ആയിരിക്കും, സെയിം സൈസും ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗർ എന്ന് പറയാം. ഇനി സിമിലർ ഫിഗേഴ്സ് എന്തായിരുന്നു? ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും. ദാറ്റ് മീൻസ് ഇതിന്റെ ഷേപ്പ് എന്താണ്? സെയിം ആണ്, പക്ഷെ സൈസ് എന്തല്ല? സെയിം അല്ല. സോ ഇതിനെ നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞില്ലേ. സോ ഓൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് ആർ സിമിലർ. എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും എന്താ? സിമിലർ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? സെയിം ഷേപ്പ് ആണ്, സൈസ് നമ്മൾ നോക്കുന്നില്ല, സെയിം ഷേപ്പ് ആണ്. കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണ് അല്ലെ. സോ നമുക്ക് സിമിലർ ഫിഗേഴ്സിൽ നമ്മൾ എന്താണ്? ഷേപ്പ് ഡിഫറെന്റ് ആയാലും, ഷേപ്പ് എന്തുമാവട്ടെ സൈസ് സെയിം ആവണം. ഷേപ്പ് എന്താണ്? ഷേപ്പ് എന്താണ്? ഇവിടെ സെയിം ആണ് അല്ലെ. സിമിലർ എന്ന് പറഞ്ഞാല് നമ്മള് ഷേപ്പ് സെയിം ആയിരിക്കണം അല്ലെ. സൈസ് ഡിഫറെന്റ് ആയാൽ കുഴപ്പമില്ല. പക്ഷെ അപ്പൊ നമുക്ക് എന്ത് പറയാ? എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും എന്താണ്? സിമിലർ ആണ്. but all similar figures are not congruent. സിമിലർ ഫിഗേഴ്സിൽ എന്താ? സൈസ്
സൈസ് സെയിം ആവണം എന്നില്ല. പക്ഷെ കോൺഗ്രുവന്റിൽ എന്താ, സൈസും സെയിം ആയിരിക്കണം, ഷേപ്പും സെയിം ആയിരിക്കണം. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ സിമിലർ ഫിഗേഴ്സ് ആർ നോട്ട് കോൺഗ്രുവന്റ്. എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആണെന്ന് പറയാം. ബട്ട് എല്ലാ സിമിലർ ഫിഗേഴ്സും എന്തല്ല, കോൺഗ്രുവന്റ് അല്ല. ഓക്കെ, the next one, two polygons of the same number of sides are similar if. രണ്ട് പോളിഗൺ ഉണ്ട്. എന്താണ് പോളിഗൺ എന്ന് പറഞ്ഞാല്? പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അതെന്താണ്, ലൈൻ സെഗ്മെന്റ് ഓൺ ആണ് ഉണ്ടാക്കുക, അല്ലേ? സോ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ഈസ് കോൾഡ് പോളിഗൺ. അപ്പൊ നമുക്ക് എന്താ പറയാ, ട്രയാങ്കിൾ ഒരു പോളിഗൺ അല്ലേ? ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്, ഇത് ലൈൻ സെഗ്മെന്റ് ഓൺ ആണ് ഉണ്ടാക്കിയത്. ദെൻ ക്വാഡ്രിലാറ്ററേഴ്സ് ആയ സ്ക്വയർ, റോംബസ്, റെക്ടാങ്കിൾ, ഇതൊക്കെ എന്താ, പോളിഗൺ ആണ്. പെന്റഗൺ ഒരു പോളിഗൺ ആണ്, ഹെക്സഗൺ ഒരു പോളിഗൺ ആണ്, ഹെപ്റ്റഗൺ ഒരു പോളിഗൺ ആണ്, ഒക്ടഗൺ ഒരു പോളിഗൺ ആണ്. അതൊക്കെ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ്, ലൈൻ സെഗ്മെന്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ പോളിഗൺ. സോ നമുക്ക് ഇവിടെ എന്താ, ടു പോളിഗൺസ് ഓഫ് ദ സെയിം നമ്പർ ഓഫ് സൈഡ്സ്. ഇപ്പൊ രണ്ട് പോളിഗൺ, ഇപ്പൊ നമ്മൾ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഇതിന്റെ എന്താണ്, സെയിം നമ്പർ ഓഫ് സൈഡ്സ്. ഇതിന്റെ സൈഡ്സ് രണ്ടും സെയിം ആണ്, രണ്ടിനും 3 സൈഡ്സ്. ഇഫ് അത് സിമിലർ ആവുക എപ്പോഴാണ്, ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ദാറ്റ് നമ്മള് രണ്ട് ഫിഗർ എടുത്തു, രണ്ട് പോളിഗൺസ് എടുത്തു. അപ്പൊ നമുക്ക് പറയാം ഇത് രണ്ടുമാണ് നമ്മളെ പോളിഗൺ. രണ്ട് ട്രയാങ്കിൾ എടുത്തു. രണ്ടിന്റെ എന്ത്, സൈഡും സെയിം അല്ലേ, രണ്ടിനും 3 സൈഡ് അല്ലേ? അത് അപ്പൊ ഇത് രണ്ടും സിമിലർ ആണെന്ന് പറയാ ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് സപ്പോസ് ദാറ്റ് ദിസ് ഈസ് എ ട്രയാങ്കിൾ ABC ആൻഡ് ദിസ് ഈസ് എ ട്രയാങ്കിൾ DEF. ഓക്കെ, സോ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാ ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ D ആയിരിക്കണം, ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ E ആയിരിക്കണം, ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ F ആയിരിക്കണം. ഓക്കെ, സോ ആംഗിൾ A is equal to ആംഗിൾ D ആയിരിക്കണം, ആംഗിൾ B is equal to ആംഗിൾ E ആയിരിക്കണം, ആംഗിൾ C is equal to ആംഗിൾ F ആയിരിക്കണം. ദെൻ അപ്പൊ നമുക്ക് എന്താ പറയാ, their corresponding angles are equal. Then second condition, എന്താ സെക്കൻഡ് കണ്ടീഷൻ, their corresponding sides are in the same ratio or proportion. അതിന്റെ corresponding sides എന്തായിരിക്കണം, സെയിം റേഷ്യോയിലായിരിക്കണം. ദാറ്റ് മീൻസ് എന്താണ്, AB എന്ന് പറഞ്ഞ സൈഡ്, അപ്പൊ ഈ ട്രയാങ്കിൾ DEFന്റെ സൈഡ് ആ സെയിം സൈഡിൽ വരുന്നത് ഏതാ, ED. സോ AB ബൈ ED ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, BC ബൈ EF. BC ബൈ EF ഈസ് ഈക്വൽ ടു AC ബൈ DF. AC ബൈ DF. ഓക്കെ, സോ ഇതാണ് ഈ ഒരു രണ്ട് കണ്ടീഷൻ. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവിഷൻ ആണ് അല്ലെ. സോ AB ബൈ DE ഈസ് ഈക്വൽ ടു BC ബൈ EF ഈസ് ഈക്വൽ ടു AC ബൈ DF ആയിരിക്കണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് പറയാം. ഈ ട്രയാങ്കിൾ തന്നെ ആണില്ലേ, നമുക്ക് രണ്ട് പോളിഗൺ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് രണ്ട് സ്ക്വയർ എടുത്തു. ഓക്കെ, രണ്ട് സ്ക്വയർ എടുത്തു. ഈ സ്ക്വയറിന് നമ്മൾ ABCD എന്ന് കൊടുത്തു. ഇത് നമ്മൾ EFGH എന്ന് കൊടുത്തു. സോ നമുക്ക് എന്ത് പറയാ, ആംഗിൾ A ഈസ് ഈക്വൽ ടു, ഇത് ഫുള്ള് 90 ഡിഗ്രി. നമുക്കറിയാം സ്ക്വയറിന്റെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ് അല്ലെ ഉണ്ടാവുക. സോ ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ E, ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ F, ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ G, ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ H. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. പിന്നെ നമ്മൾ എന്ത് പറയണം, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ എന്ന് പറയണം. സോ AC ബൈ EG is equal to CD by GH is equal to BD by EFH is equal to AB by EF. അങ്ങനെ പറയണം. That means corresponding sides same ratio ആണെങ്കിൽ we can say that these two figures are similar.
സോ ഒന്നും കൂടെ പറയാ, രണ്ട് പോളിഗൺസ് സെയിം നമ്പർ ഓഫ് സൈഡ്സ് ഉള്ളത് തന്നാല് അത് രണ്ടും സിമിലർ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ ആണുള്ളത്. ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ. ദാറ്റ് മീൻസ് അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കണം? സെയിം റേഷ്യോയിലായിരിക്കണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ഫിഗേഴ്സ് ആർ സിമിലർ. അങ്ങനെയാണ് നമ്മൾ രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണെന്ന് പറയാം. സെയിം സൈഡ്സ് ഉള്ള രണ്ട് ഫിഗേഴ്സ് സിമിലർ ആണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. സോ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. 4 സൈഡ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ. ഇനി ഇവിടെ ആ സെയിം ആയിട്ടുള്ള വേറൊരു ക്വാഡ്രിലാറ്ററലും തന്നിട്ടുണ്ട്. ഓക്കെ, സെയിം ഷേപ്പ് ആണ് കേട്ടോ. ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഷേപ്പ് സെയിം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടിനും സെയിം സൈഡ്സ് ആയിരിക്കണം. സോ ഇത് രണ്ടും ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, സെയിം സൈഡ് ഉള്ള ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, സോ നമുക്ക് രണ്ട് ക്വാഡ്രിലാറ്ററൽസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ തന്നത്? ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാല് ABCD എന്നാണ് തന്നത്. ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ നെയിം. ഈ ക്വാഡ്രിലാറ്ററൽ എന്താ? PQRS. സോ നമുക്ക് ABCD എന്ന് പറഞ്ഞൊരു ക്വാഡ്രിലാറ്ററലും തന്നിട്ടുണ്ട്, PQRS എന്ന് പറഞ്ഞൊരു ക്വാഡ്രിലാറ്ററലും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കണം ഇത് സിമിലർ ആണോ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് പോളിഗൺസ് സിമിലർ ആണോ നോക്കണമെങ്കിൽ ദാറ്റ് മീൻസ് സെയിം സൈഡ് ഉള്ള രണ്ട് പോളിഗൺ. ഇത് രണ്ടിനും സെയിം സൈഡ് അല്ലെ, രണ്ടിനും 4 സൈഡ്സ്, രണ്ടും ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പൊ അത് സിമിലർ ആണോ നോക്കണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പൊ നമുക്കിത് നോക്കിയാലോ, കറസ്പോണ്ടിങ് ആംഗിൾസും അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണോ എന്ന്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആംഗിൾ എ എന്താ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു, ആംഗിൾ എ എന്താ തന്നത്? 105 ഡിഗ്രി അല്ലേ, 105 ഡിഗ്രി. ഇനി നമുക്ക് ആംഗിൾ പി, ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇതിലോട്ട് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത് ഇതേപോലെ എടുത്തു വെക്കുമ്പോൾ ആംഗിൾ എന്റെ പ്ലേസിൽ എന്താ ഉണ്ടായിരിക്കുക? ആംഗിൾ പി അല്ലേ ഉണ്ടായിരിക്കുക. സോ നമുക്ക് ആംഗിൾ എ 105 ഡിഗ്രി ആണ്, ആംഗിൾ പി എന്താ തന്നത്? അതും 105 ഡിഗ്രി ആണ് അല്ലേ. ദാറ്റ് മീൻസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണ്. നമുക്ക് അടുത്ത ആംഗിൾ നോക്കിയാലോ. നമ്മൾ നോക്കുക, ഈ ഒരു ഫിഗറിനെ നമ്മൾ അതുപോലെ ഇവിടേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആംഗിൾ ബിന്റെ പ്ലേസിൽ എന്താ? ആംഗിൾ ക്യൂ. സോ അത് രണ്ടും 100 ഡിഗ്രി ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ആംഗിൾ സിന്റെ പ്ലേസിൽ എന്താ വരിക? ആംഗിൾ ആർ. രണ്ടും 70 ഡിഗ്രി അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, ഈ നെക്സ്റ്റ് നോക്കുക, ആംഗിൾ ഡിന്റെ പ്ലേസിൽ എന്താ? ആംഗിൾ ഡിന്റെ പ്ലേസിൽ ആംഗിൾ എസ് ആണ്. സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ്. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ്. ഓക്കെ, സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി എന്ന് കിട്ടി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ആണ്. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ആണ്. ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ആണ്. സോ നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ? കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. സോ എക്ക് എയും പിയും ഈക്വൽ ആണ്, ബിയും ക്യൂവും ഈക്വൽ ആണ്, സിയും ആറും ഈക്വൽ ആണ്, ഡിയും എസും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലാണോ നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് നോക്കാം? നമ്മൾ എ ബി
എ ബിന്റെ അതേ സെയിം സൈഡിൽ വരുന്നത് ഏതാ? പി ക്യു. സോ എ ബി ബൈ പി ക്യു റേഷ്യോ ആണോ നോക്കാം, നമ്മൾ ഡിവിഷൻ ആണ് ചെയ്യാം. സോ എന്താ എ ബി? 1.5 സെന്റിമീറ്റർ ബൈ പി ക്യു എന്താ? 3 സെന്റിമീറ്റർ. സോ വാട്ട് ഈസ് 1.5 by 3? 1.5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അല്ലേ 3 വരിക. സോ 1.5 into 2 അല്ലേ 3? That means 3ന്റെ ഹാഫ് ആണ് 1.5. സോ നമുക്കിതിനെ 1/2 എന്ന് എഴുതാം. ഓക്കെ, സോ എ ബി ബൈ പി ക്യു നമുക്ക് 1/2 കിട്ടി. ഇനി അടുത്ത സൈഡ് നോക്കാം, സി ബി ബൈ ആർ ക്യു. നമുക്ക് സി ബി ബൈ ആർ ക്യു ചെയ്യാം. സി ബി ബൈ ആർ ക്യു. സോ സി ബിന്റെ പ്ലേസിൽ എന്താ? സി ബിന്റെ പ്ലേസിൽ 2.5 ബൈ ആർ ക്യൂവിന്റെ പ്ലേസിൽ എന്താ? 5. സോ നമുക്കറിയാം 5ന്റെ ഹാഫ് ആണ് 2.5. ദാറ്റ് മീൻസ് 2.5 into 2 ആണ് 5. സോ നമുക്ക് ഇതിനെ 1/2. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സൈഡ് നോക്കാം. സി ഡി ബൈ ഇവിടെ എന്താ? ആർ എസ്. സി ഡി ബൈ അവിടെ മേലെ ആർ എസ് ആണ് അല്ലെ? യെസ്, ഇവിടെ ആർ എസ് ആണ്. സോ അത് ആർ എസ് എന്താ? 4.8 ആണ് കേട്ടോ. സോ സി ഡി ബൈ ആർ എസ്. സി ഡി എന്താ? 2.4. ആർ എസ് എന്തായിരുന്നു? 4.8. സോ നമുക്കറിയാം 2.4 into 2 ആണ് 4.8. ദാറ്റ് മീൻസ് 4.8ന്റെ ഹാഫ് ആണ് 2.4 അല്ലേ? സോ ഇതും എന്താണ്? 1/2 ആണ്. അപ്പൊ നമുക്ക് 3 1/2 കിട്ടി. ഇനി നമുക്ക് ഒരു സൈഡും കൂടെ അല്ലേ? അതേതാ? എ ഡി ബൈ പി എസ്. എ ഡി ബൈ പി എസ്. സോ നമ്മളെ എ ഡി എന്താ? 2.1. നമ്മളെ പി എസ് എന്താ? 4.2. സോ നമുക്കറിയാം 2.1 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 4.2 കിട്ടുക. ദാറ്റ് മീൻസ് 2.1 into 2 ആണ് എന്ത്? 4.2. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, സോ ഇതിന്റെ റേഷ്യോ എന്ത് കിട്ടി? 1:2. ഇതിന്റെ റേഷ്യോ എന്ത് കിട്ടി? ഇതും 1:2. സോ ഇതിന്റെ റേഷ്യോ എന്താ? ഇതും 1:2. Then AD by PS എന്താണ്? 1:2. സോ നമുക്ക് ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരുന്നു. പിന്നെ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. എല്ലാ സൈഡ്സിന്റെയും റേഷ്യോ എന്താ? 1:2 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു polygons ആർ സിമിലർ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് 2 പോളിഗൺസ് തന്നാൽ നമ്മൾ സിമിലർ ആണോ നോക്കാം. ഒന്നും കൂടെ പറയാ. ഫസ്റ്റ് കണ്ടീഷൻ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണോ നോക്കണം. സോ എയും പിയും ഈക്വൽ ആണ്, രണ്ടും 105 ആണ്. ബിയും ക്യൂവും ഈക്വൽ ആണ്, രണ്ടും 100 ആണ്. പിന്നെ സിയും ആറും ഈക്വൽ ആണ്, രണ്ടും 70 ആണ്. ഡി 85 ആണ്, എസും 85 ആണ്. സോ നമുക്ക് എന്ത് പറയാ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. സോ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. സോ എ ബി ബൈ പി ക്യു ചെയ്യുക. അപ്പൊ അത് നമുക്ക് 1:2 കിട്ടി. ദെൻ സി ബി ബൈ ആർ ക്യു ചെയ്തു, അതും 1:2 കിട്ടി. സി ഡി ബൈ ആർ എസ് ചെയ്തു, അതും 1:2 കിട്ടി. എ ഡി ബൈ പി എസ് ചെയ്തു, അതും 1:2 കിട്ടി. സോ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ. സോ നമ്മൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ we can say that these two figures or these two polygons are similar. Okay, so quadrilateral ABCD യും PQRS ഉം similar ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് സിമിലർ ആണോ നോക്കിയാലോ. നമുക്ക് ഇതെന്താണ്? ഒരു സ്ക്വയർ ആണ് അല്ലെ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇതൊരു സ്ക്വയർ ആണ്, കാരണം ഇവിടെ ഇത് എ ബി സി ഡി, എ ബി സി ഡി എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ആണ്. ഇത് സ്ക്വയർ ആണെന്ന് പറയാൻ കാരണം എന്താ? എല്ലാ സൈഡ്സും നമുക്ക് 3 സെന്റിമീറ്ററിനാണ് തന്നത്. സോ ഒരു സ്ക്വയറിന് എല്ലാ സൈഡ്സും
ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ സ്ക്വയർ. ഇനി ഇവിടെ നമുക്ക് എന്താ തന്നത്? ദിസ് ഈസ് എ റെക്ടാംഗിൾ. ഇതൊരു റെക്ടാംഗിൾ ആണ്. വാട്ട്സ് ദ റീസൺ? ഇത് ഒരു സ്ക്വയർ അല്ല, ഇതൊരു റെക്ടാംഗിൾ ആണ്. കാരണം ഇത് നമുക്ക് PQRS എന്ന് പറഞ്ഞ ഒരു റെക്ടാംഗിൾ ആണ്. കാരണം അതിന് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അല്ലെ ഈക്വൽ തന്നത്. ഇവിടെ നമുക്ക് 3.5 സെന്റിമീറ്റർ ആണ്, ഇവിടെ നമുക്ക് 3 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 3.5 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 3 സെന്റിമീറ്റർ ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. രണ്ട് ലെങ്ത്തും 3.5, രണ്ട് ബ്രെഡ്ത്തും 3. സോ ദിസ് ഈസ് എ റെക്ടാംഗിൾ, ദിസ് ഈസ് എ സ്ക്വയർ. സോ ഒരു സ്ക്വയറും ഒരു റെക്ടാംഗിളും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് രണ്ടും സിമിലർ ആണോ എന്ന് പ്രൂവ് ചെയ്യണം. സോ സിമിലർ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താ? രണ്ട് പോളിഗൺ സിമിലർ ആവണമെങ്കിൽ ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ആംഗിൾ എ, ആംഗിൾ എ, ആംഗിൾ പി. ഇതിനെ നമ്മൾ ഇതിന്റെ മേലോട്ട് എടുത്തു വെച്ചാൽ ആംഗിൾ എയും ആംഗിൾ പിയും ഒരു പ്ലേസിലല്ലേ വരിക. സോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി. സ്ക്വയർ ആയതുകൊണ്ടും റെക്ടാംഗിൾ ആയതുകൊണ്ടും അതിന്റെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. സോ സ്ക്വയറിന്റെയും റെക്ടാംഗിളിന്റെയും ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി, രണ്ടും 90 ആണ്. ദെൻ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ഇതും എന്താണ്? 90 ഡിഗ്രി ആണ്. ദെൻ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ, ഇതും 90 ഡിഗ്രി ആണ്. ദെൻ ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എസ്. സോ വി ക്യാൻ സേ ദാറ്റ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാത്തിന്റെ ആംഗിൾസും ഈക്വൽ ആണ്. ഈ സെക്കൻഡ് കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഇനി സെയിം റേഷ്യോയിലാണോ നോക്കണം. അപ്പൊ നമുക്ക് എ ബി തന്നെ തുടങ്ങാം. എ ബി ബൈ, എ ബിന്റെ പ്ലേസിൽ ഏതാ? പി ക്യൂ. എ ബി ബൈ പി ക്യൂ. എ ബി എന്താ? 3, PQ എന്താ? 3.5. സോ ഇത് 3/3.5 ആയിട്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. CB ബൈ RQ. സോ CB എന്താ? 3 ബൈ RQ എന്താ? 3. സോ 3/3 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ AB ബൈ PQ 3/3.5 ആണ്. CB ബൈ RQ 3/3 ആണ്. ഇനി അടുത്തത് നോക്കുമ്പോഴോ, സോ ഇതിനെ നമുക്ക് എന്ത് പറയാ? കറസ്പോണ്ടിങ് സൈഡ്സ് ആർ നോട്ട് ഇൻ ദ സെയിം റേഷ്യോ. സെയിം റേഷ്യോയിലാണോ? അല്ല. ഇനി ചെയ്യുമ്പോഴും നമുക്ക് അത് തന്നെ കിട്ടുന്നത്. CD ബൈ RS എന്ന് പറഞ്ഞാല് എന്താ? 3/3.5. ദെൻ അടുത്തത് AD ബൈ PS. AD ബൈ PS അതെന്താ? 3/3 is equal to 1. സോ നമുക്ക് രണ്ടെണ്ണം 1ഉം രണ്ടെണ്ണം 3/3.5. അപ്പൊ ഇതെന്താ? സെയിം റേഷ്യോയിലാണോ? അല്ല. ഇത് 3:3.5 ആണ്, ഇത് 3:3 സോ ഇതും 3:3.5 ആണ്, ഇതും 3:3 സോ ഇവിടെ നമ്മള് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സൈഡ്സ് ആർ നോട്ട്, കറസ്പോണ്ടിങ് സൈഡ്സ് ആർ നോട്ട് ഇൻ ദ സെയിം റേഷ്യോ. സോ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ നോട്ട് സിമിലർ. സോ ഈ രണ്ട് ഫിഗേഴ്സും ഈ രണ്ട് പോളിഗൺസും എന്താ? സിമിലർ അല്ല. രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലേ നമ്മളിത് സിമിലർ ആവുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ഫിഗേഴ്സ് ആർ നോട്ട് സിമിലർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് രണ്ട് എന്താ തന്നത്? രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലെ. രണ്ട് ട്രയാങ്കിൾ 3 സൈഡ്സ് ആയതുകൊണ്ട് ഇത് ട്രയാങ്കിൾ ആണ്. സോ ഇവിടെ ആംഗിൾ എ എന്താ? എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ പിക്ക് ഈക്വൽ ആണ്. പിന്നെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ക്യൂക്ക് ഈക്വൽ ആണ്. ദെൻ ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. പിന്നെന്താ? എ ബി ബൈ പി ക്യൂ ഈസ് ഈക്വൽ ടു AC by PR is equal to BC by QR. സോ നമുക്ക് എന്ത് പറയാ? ഈ രണ്ട് ഫിഗറും സിമിലർ ആണ്, രണ്ട് പോളിഗണും സിമിലർ ആണ്. ഓക്കെ. സോ സിമിലർ ആണോ എന്നുള്ള രണ്ട് കണ്ടീഷനില് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു?
corresponding angles are equal. So ഇവിടെ corresponding angles equal ആണ്. Then corresponding sides are in the same ratio. Same ratio ആണെങ്കിൽ we can say that this is a ഇതെന്താ സിമിലർ ആണ്. ഇത് രണ്ടും സിമിലർ ഫിഗേഴ്സ് ആണ്, സിമിലർ പോളിഗൺസ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നോട്ട്സ്. ഓൾ സർക്കിൾസ് ആർ സിമിലർ. എല്ലാ സർക്കിൾസും സിമിലർ ആണ്. സിമിലർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഷേപ്പ് ആയിരിക്കും, പക്ഷെ അതിന്റെ സൈസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ സർക്കിള് നമ്മൾ 2 സർക്കിൾ എടുത്തു. ഇതിന്റെ ഷേപ്പ് എന്താണ്? സർക്കിൾ തന്നെ, രണ്ടും സർക്കിൾ തന്നെയാണ്, പക്ഷെ ഇതിന്റെ സൈസ് എന്താണ്? ഡിഫറെന്റ് ആണ്. സോ നമുക്ക് പറയാം എല്ലാ സർക്കിൾസും സിമിലർ ആണ്, എല്ലാ സർക്കിൾസിനും ഷേപ്പ് സെയിം ആയിരിക്കും. അതുപോലെ ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ. എല്ലാ സ്ക്വയറും സിമിലർ ആണ്. ദാറ്റ് മീൻസ് എല്ലാ സ്ക്വയറിനും എന്താണ്? സൈസിനെ ഡിഫറെന്റ് ഉണ്ടാവുള്ളൂ, എന്താണ്? ഷേപ്പ് സെയിം തന്നെ ആയിരിക്കും. എല്ലാ സ്ക്വയറും എന്താ? ഇങ്ങനെ തന്നെയാണ് വരയ്ക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ സ്ക്വയേഴ്സ് ആർ സിമിലർ. സിമിലർ മീൻസ് സൈസ് ഡിഫറെന്റ് ആവും, പക്ഷെ നമ്മളെ ഷേപ്പ് എന്താണ്? സെയിം ആയിരിക്കും. സ്ക്വയർ എപ്പോഴും എല്ലാവരും ഒരുപോലെയാണ് വരയ്ക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് all squares are similar. All equilateral triangles are similar. Equilateral triangle എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ള ട്രയാങ്കിൾ അല്ലെ. സോ equilateral triangles എന്താണ്? സിമിലർ ആണ്. എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും എന്താണ്? സിമിലർ ആണ്. ഓക്കെ, സോ രണ്ടിനും സെയിം സൈസ്. ഇതിന് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി അല്ലെ. ടോട്ടൽ 180 ഡിഗ്രി ആണ് അല്ലെ. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി ആണ് അല്ലെ. സോ 60 + 60 + 60 180 ഡിഗ്രി. സോ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. എപ്പോഴും സിമിലർ ആയിരിക്കും, കാരണം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ഓക്കെ, ദെൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഗിവ് 2 ഡിഫറെന്റ് എക്സാമ്പിൾ ഓഫ് പെയർ ഓഫ് സിമിലർ ഫിഗേഴ്സ്, നോൺ സിമിലർ ഫിഗേഴ്സ്. സിമിലർ ഫിഗേഴ്സിനും 2 എക്സാമ്പിൾ, നോൺ സിമിലർ ഫിഗേഴ്സിനും 2 എക്സാമ്പിൾ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമിലർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഷേപ്പ് സെയിം ആയിരിക്കും, സൈസ് ഡിഫറെന്റ് ആയിരിക്കും. സോ സിമിലർ ഫിഗേഴ്സിന് നമുക്ക് ഇതൊരു ട്രയാങ്കിൾ, ദിസ് ഈസ് അനദർ ട്രയാങ്കിൾ. സോ this is 2 centimeter. Here all sides are 2 centimeter. Here all sides are 1 centimeter. So നമ്മള് 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. സോ ഇവിടെ എല്ലാ സൈഡ്സും 2 സെന്റിമീറ്റർ ആണ്, ഇവിടെ എല്ലാ സൈഡ്സും 1 സെന്റിമീറ്റർ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് these are similar figures. Then next example, this is a square, this is another square. സോ ഇവിടെ എല്ലാ സൈഡ്സും 4 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എല്ലാത്തിനും 2 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. സോ ഷേപ്പ് എന്താണ്? സെയിം ആണ്, പക്ഷെ ഇതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ സിമിലർ ഫിഗേഴ്സ്. ഷേപ്പ് സെയിം ആണ്, സൈസ് ഡിഫറെന്റ് ആണ്. സോ ഇത് സിമിലർ ഫിഗേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഈ നോൺ സിമിലർ ഫിഗേഴ്സ് ആണെങ്കിലോ, ദാറ്റ് മീൻസ് സിമിലർ അല്ലാത്ത ഫിഗേഴ്സ്, ദാറ്റ് മീൻസ് ഡിഫറെന്റ് ഷേപ്പിലായിരിക്കണം. Suppose this is a square and this is a trapezium. സോ ഇവിടെ ഇതൊരു സ്ക്വയർ ആണ്, ഇതൊരു ട്രപ്പീസിയം ആണ്. അപ്പൊ ഇത് രണ്ടും എന്താ? സിമിലർ അല്ല. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ സിമിലർ ഫിഗേഴ്സ്. ഇനി വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ദിസ് ഈസ് എ പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം ആണ്. സോ ഇത് രണ്ടും ഡിഫറെന്റ് ഷേപ്പ് ആണ്. രണ്ടും ഡിഫറെന്റ് ഷേപ്പ് ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് നോൺ സിമിലർ ഫിഗേഴ്സ്. സോ സിമിലർ ഫിഗേഴ്സിന് സൈസ് മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുള്ളൂ, ഷേപ്പ് സെയിം ആയിരിക്കും. ബട്ട് നോൺ സിമിലർ ഫിഗേഴ്സിന് ഡിഫറെന്റ് ഷേപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. 2 ട്രയാങ്കിൾ എപ്പോഴാണ് നമ്മൾ സിമിലർ ആണെന്ന് പറയാ? സോ 2 പോളിഗൺസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടും 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാ ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളും ഉണ്ട്, ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളും ഉണ്ട്.
ഓക്കെ, സോ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാ ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. സോ വി ക്യാൻ സേ ദാറ്റ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ? ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അതിന്റെ corresponding sides same ratio ആയിരിക്കണം. That means AB by PQ is equal to BC by QR is equal to AC by PR. Then we can say that these two triangles are similar. So നമ്മൾ പോളിഗണിന്റെ പറഞ്ഞ പോലെ തന്നെയാണ് ട്രയാങ്കിളിന്റെ കേസും. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ is their corresponding angles are equal and second condition is their corresponding sides are in the same ratio or proportion. Okay, if corresponding angles of two triangles are equal, then they are known as equiangular triangle. Appo corresponding angles equal aanengil, suppose that this is a triangle ABC and this is another triangle PQR. സോ ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, ദാറ്റ് ഈസ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. സോ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇങ്ങനത്തെ ട്രയാങ്കിളിനെ നമ്മൾ ഇക്യു ആംഗുലർ ട്രയാങ്കിൾ എന്ന് പറയും. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ നോൺ ആസ് ഇക്യു ആംഗുലർ ട്രയാങ്കിൾ. Okay, then the ratio of any two corresponding sides in two equiangular triangle is always same. രണ്ട് equiangular triangleന്റെ എന്താ അതിന്റെ corresponding sidesന്റെ റേഷ്യോയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇത് രണ്ടും ഇക്വിആംഗുലർ ട്രയാങ്കിൾ ആണ് നമ്മൾ പറഞ്ഞു, കാരണം അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിആംഗുലർ ട്രയാങ്കിൾ എന്താ? രണ്ട് കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും എന്തായിരിക്കും? രണ്ടെണ്ണത്തിൻ്റെതും ഈക്വൽ ആയിരിക്കും. രണ്ടെണ്ണത്തിന്റെയും കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞത്. ട്രയാങ്കിൾ എന്താ? സോ ട്രയാങ്കിൾസ് സിമിലർ ആവാൻ അഥവാ ഒരു പോളിഗൺസ് സിമിലർ ആവാൻ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു അല്ലെ. അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കണം, അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കണം. സോ പോളിഗണിന്റെ കേസിലും ട്രയാങ്കിളിന്റെ കേസിലും ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് രണ്ടും നമുക്ക് എന്തായിട്ടുള്ളൂ? സിമിലർ ആയിട്ട് കിട്ടുള്ളൂ, സിമിലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. Okay, thank you.